ഹലോ എവരിവൺ. നമുക്ക് ഒരു സൈഡിൽ കൂടെ കറണ്ട് അഫെയർ കൂടി പഠിച്ചു പോവാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മെയ് മാസം തൊട്ട് തുടങ്ങാം. അടുത്തതായിട്ട് മെയ് മാസത്തിന് മുമ്പുള്ള മാസത്തിലേക്ക്, പിന്നെ അതിന് ബാക്കിലോട്ടായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, മെയ് ഏപ്രിൽ അങ്ങനെ ബാക്കിലോട്ട് പോകും. അപ്പം മെയ് മാസത്തെ കറണ്ട് അഫെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരുന്നത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2024 അത് വളരെ പ്രധാനപ്പെടാനുള്ള കാരണം എന്താണ്? മലയാളി സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 77ാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് നടന്നത്. അതിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരം കരസ്ഥമാക്കിയത് അനോറ എന്നൊരു ചിത്രമാണ്. കേട്ടോ, അനോറ എന്നൊരു ചിത്രമാണ്. ഈ അനോറ എന്ന ചിത്രം സംവിധാനം ചെയ്തത് സീൻ ബേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു US സംവിധായകനാണ്. സീൻ ബേക്കർ എന്നു പേരുള്ള ഒരു US സംവിധായകനാണ് അനോറ എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗ്രാൻഡ് പ്രീ പുരസ്കാരമാണ് ഇന്ത്യൻ ചിത്രം കരസ്ഥമാക്കിയത്. ഏതാണ് ആ ഇന്ത്യൻ ചിത്രത്തിൻ്റെ പേര്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓക്കെ, അതിൻ്റെ സംവിധാനം ആരായിരുന്നു? പായൽ കബാഡിയ ആയിരുന്നു. പായൽ കബാഡിയ ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിനാണ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കിയത്. ഇന്ത്യൻ സംവിധായകയുടെ കാൻ മത്സര വിഭാഗത്തിലെ ആദ്യ സിനിമ എന്ന പ്രത്യേകതയും ഏകദേശം 3 പതിറ്റാണ്ടിനിടെ പാം ഡിയോർ പുരസ്കാരത്തിനായി മത്സരിച്ച സിനിമ എന്ന പ്രത്യേകതയും ഈ ഇന്ത്യൻ സിനിമയ്ക്കുണ്ട്. മലയാളി നഴ്സുമാരുടെ മുംബൈ ജീവിതത്തിലെ സംഘർഷങ്ങളുടെയും അതിജീവനത്തിൻ്റെയും കഥയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. മലയാളി നടിമാരായ ദിവ്യപ്രഭയും കനി കുസൃതിയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. രാജ്യാന്തര തലത്തിൽ പ്രഗത്ഭരായ ഛായാഗ്രാഹകർക്ക് നൽകുന്ന പിയർ ആൻജിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. എന്താണ് പിയർ ആൻജിനോ പുരസ്കാരം? ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. അപ്പോൾ ഇന്ത്യക്കാരൻ മാത്രമല്ല, ആദ്യത്തെ ഏഷ്യക്കാരൻ തന്നെയും സന്തോഷ് ശിവനാണ്. എന്താണ് ആ പുരസ്കാരത്തിൻ്റെ പേര്? പിയർ ആൻജിനോ പുരസ്കാരമാണ്. അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയായ നടിയാണ് അനസൂയ സെൻഗുപ്ത. അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയായ നടി ആരാണ്? അനസൂയ സെൻഗുപ്തയാണ്. ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റന്റൈൻ ബച്ചനാവ് സംവിധാനം ചെയ്ത ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. അപ്പം നമ്മൾ വിചാരിക്കരുത് ഇത് പായൽ കബാഡിയുടെ ചിത്രത്തിലാണെന്ന്. അല്ല, ഈ അനസൂയ സെൻഗുപ്ത മറ്റൊരു ചിത്രത്തിലായിരുന്നു. കോൺസ്റ്റന്റൈൻ ബൊച്ചനാവ് സംവിധാനം ചെയ്ത ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? അനസൂയ സെൻഗുപ്ത. ഏത് വിഭാഗത്തിലാണ് മികച്ച നടിയെ തിരഞ്ഞെടുത്തത്? അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിലാണ് ഈ ഒരു നേട്ടം ഇവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്തതും ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം തന്നെയാണ് പത്മപ്രഭ പുരസ്കാരം. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. ഓക്കെ, അപ്പോൾ ഗാനരചയിതാവും കവിയുമായിട്ടുള്ള റഫീഖ് അഹമ്മദിനാണ് 2023 പത്മപ്രഭ പുരസ്കാരം ലഭ്യമായത്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിലെ അക്കിക്കാവിലാണ് 1961 ഡിസംബർ 17 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ കവിത എന്ന് പറയുന്നത് ഒരു തോടിയാത്രയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വൈലോപ്പിള്ളി അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹം മുൻപ് നേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം 2024 കൊടുക്കുകയുണ്ടായി. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ എഴുത്തുകാരി ജെന്നി എർപെൻബെക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജെന്നി എർപെൻബെക്ക്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കെയ്റോസ് എന്നാണ് കേട്ടോ. കെയ്റോസ് എന്ന നോവലാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത്. ബുക്കർ സമ്മാനം നേടിയതാരാണ്? ജെന്നി എർപെൻബെക്കാണ്. ഇദ്ദേഹം ഒരു ജർമ്മൻ എഴുത്തുകാരിയാണ് കേട്ടോ. എഴുത്തുകാരിയാണ്. മിഖായൽ ഹോഫ്മാൻ ആണ് ഈ കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. 2023 അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജേതാവ് ജോർജി ഗോസ്പിഡോ ആണ് കേട്ടോ. ജോർജി ഗോസ്പിഡോ ആണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജേതാവ് 2023. 2024 ആരായിരുന്നു? ജെന്നി എർപെൻബെക്കാണ്. 2023 ജോർജി ഗോഡ് പിഡനോ ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ടൈം ഷെൽട്ടർ എന്നാണ്.
മെയ് മാസത്തിൽ നടന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? IPL ആയിരുന്നു അല്ലേ? IPL 2024. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 17ാം സീസണാണ് ഇത്തവണ നടന്നത്. കിരീട ജേതാക്കൾ ആരായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ കിരീടം സ്വന്തമാക്കിയത്. കൊൽക്കത്തയുടെ 3ാമത്തെ IPL കിരീടം ആണിത്. പ്ലെയർ ഓഫ് ദി ഫൈനൽ മിച്ചൽ സ്റ്റാർക്കാണ് കേട്ടോ. മിച്ചൽ സ്റ്റാർക്കാണ്. ഓറഞ്ച് ക്യാപ്പ്, അതായത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിനുള്ള ഓറഞ്ച് ക്യാപ്പ് ലഭ്യമായത് വിരാട് കോഹ്ലിക്കാണ്. പർപ്പിൾ ക്യാപ്പ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്നവർക്കാണ്. ഹർഷൽ പട്ടേലിനാണ് കൊടുത്തത്. പ്ലെയർ ഓഫ് ദി സീസൺ എന്ന് പറയുന്നത് സുനിൽ നരേനായിരുന്നു. സുനിൽ നരേനാണ് പ്ലെയർ ഓഫ് ദി സീസൺ. എമേർജിംഗ് പ്ലെയർ എന്നുള്ള പുരസ്കാരം കിട്ടിയത് നിതീഷ് കുമാർ റെഡ്ഡിക്കാണ്. അതുപോലെ തന്നെ ISL നടന്നിരുന്നു. ISL 10ാം സീസൺ ആയിരുന്നു നടന്നത്. ISL 10ാം സീസണിന്റെ കിരീടം ലഭിച്ചത് ആർക്കാണ്? മുംബൈ സിറ്റിക്കാണ്. മുംബൈ സിറ്റി ആരോടാണ് ഫൈനലിൽ മത്സരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ ബഗാനോടാണ് കേട്ടോ. മോഹൻ ബഗാനെ 3-1 അവർ തോൽപ്പിച്ചത്. ഇനി നമുക്കൊരു വ്യക്തിനെ പറ്റി നോക്കണം. സുനിൽ ഛേത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിലാണ് സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. ജൂൺ 6 കൊൽക്കത്തയിൽ കുവൈറ്റിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരമാണ് ദേശീയ ടീമിന് വേണ്ടിയുള്ള അവസാന മത്സരം. 2005 ജൂൺ 12 പാകിസ്ഥാനെതിരെ അരങ്ങേറിയ സൗഹൃദ മത്സരത്തിലായിരുന്നു സുനിൽ ഛേത്രിയുടെ അരങ്ങേറ്റം. ആ കളിയിൽ തന്നെ അദ്ദേഹം ഗോളും നേടിയിട്ടുണ്ട്. 2011 അർജുന പുരസ്കാരവും 2019 പത്മശ്രീ ബഹുമതിയും ലഭിച്ചു. 6 തവണ രാജ്യത്തെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അന്താരാഷ്ട്ര ഫുട്ബോളിൽ സജീവമായി കളിക്കുന്നവരിൽ ഗോൾ നേട്ടങ്ങളിൽ 3ാം സ്ഥാനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇന്ത്യക്കായി കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിൻ്റെയും കൂടുതൽ ഗോളുകൾ നേടിയതിൻ്റെയും റെക്കോർഡ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോളുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം. ഒരു ടൂർണമെന്റിന്റെ ഫൈനലിൽ ഹാട്രിക് നേടിയ ഏക ഇന്ത്യൻ താരം. ഇനി നമുക്ക് കുറച്ച് ലോകവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഒക്കെ നോക്കാം. 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത് സ്ട്രാസ്ബർഗ്, ഫ്രാൻസിലുള്ള സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തെയാണ്. സ്ട്രാസ്ബർഗ് കേട്ടോ. 2024 പ്രളയത്തിൽ തകർന്ന കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കെനിയ എന്ന് നിങ്ങൾ ഉത്തരം പറയണം. 2024 പ്രളയത്തിൽ തകർന്ന കിജാബെ അണക്കെട്ട് അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? കെനിയയിലാണ്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കാങ്കസത്തുറൈ തുറമുഖം. കാങ്കസത്തുറൈ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ്. 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത് സാന്റിയാഗോ ആണ്. സാന്റിയാഗോ എന്ന് പറയുന്നത് ചിലിയിലുള്ള സ്ഥലമാണ്. 31ാമത് സമ്മേളനമാണ് ചിലിയിൽ നടന്നത്. അപ്പോൾ 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ്? ചിലിയിലാണ്. 31ാമത്തെ സമ്മേളനമാണ് ചിലിയിലെ സാന്റിയാഗോയിൽ നടന്നത്. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ. ഓക്കെ, ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ. 2024 മെയ്യിൽ ഇസ്രായേലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വാർത്താ ചാനലാണ് അൽ ജസീറ. ചാനൽ പൂട്ടാൻ ഇസ്രായേൽ മന്ത്രിസഭ തീരുമാനിച്ചതോടെയാണ് ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള അൽ ജസീറയ്ക്ക് ഇസ്രായേലിൽ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇനി വളരെ വിവാദമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ കോവിഡ് വാക്സിൻ പിൻവലിച്ചത്. ആസ്ട്രാസെനക്ക എന്ന ഫാർമ കമ്പനി വിപണിയിൽ നിന്ന് പിൻവലിച്ച COVID-19 വാക്സിനാണ് കോവിഷീൽഡ്. പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതേ വാക്സിൻ ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ വിപണിയിലെത്തിച്ചിരുന്നത്. യൂറോപ്പിലും മറ്റും വാക്സിവരിയ എന്ന പേരിലായിരുന്നു വിതരണം. ഒരുപക്ഷെ അതായിരിക്കും നമ്മളോട് ചോദിക്കുക, യൂറോപ്പിലും മറ്റും കോവിഷീൽഡിന്റെ പേരെന്തായിരുന്നു? വാക്സിവരിയ എന്ന പേരിലായിരുന്നു യൂറോപ്പിലൊക്കെ കൊടുത്തിരുന്നത്. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ഇബു, ഇന്തോനേഷ്യ. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യമാണ് ജപ്പാൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യമാണ് സ്പെയിൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA. ഓക്കെ, പിന്നെ
ഗുജറാത്തിലെ ബെന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ്സാറ്റ് 8 എന്ന ഉപഗ്രഹം ഒരു ഗർത്തം കണ്ടെത്തി. ഓക്കെ, ബെന്നി എന്ന് പറഞ്ഞ സമതലത്തിൽ ഗുജറാത്തിൽ ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഗർത്തത്തിന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ. അതായത് 6090 വർഷങ്ങൾക്ക് മുമ്പ് 1900 കേട്ടോ, 6900 വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്ക പതിച്ചുണ്ടായതാണ് ഈ ഗർത്തം. ഓക്കെ, അപ്പം ഗുജറാത്തിലെ ഏത് സമതലത്തിലാണ് നാസയുടെ ലാൻഡ്സാറ്റ് 8 ഇത് ഗർത്തം കണ്ടെത്തിയത്? അത് ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ എന്ന് പറഞ്ഞ ഗർത്തമായിരുന്നു. ഗുജറാത്തിലെ ബെന്നി സമതലത്തിൽ ആയിരുന്നു. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പം അതുകൊണ്ട് നമുക്കത് പ്രധാനപ്പെട്ടതാണ്. അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ്. ഓക്കെ, അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. 2025 BWF ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതും ആരാണ്? ഇന്ത്യ തന്നെയാണ് കേട്ടോ, ഇന്ത്യ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ക്യുസാറ്റിലെ മറൈൻ ബയോളജി വകുപ്പിലെ ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപം തീരത്ത് നിന്നും ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ജലക്കരടീനെ. അതിന് ചന്ദ്രയാനോടുള്ള ബഹുമാനാർത്ഥം ബാറ്റിലിപ്സ് ചന്ദ്രയാനി എന്ന് പേരിട്ടു. ഈ ജലക്കരടിക്ക് ബാറ്റിലിപ്സ് ചന്ദ്രയാനി എന്ന് പേരിട്ടു. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് വരുന്നത് ധരംശാല ഹിമാചൽ പ്രദേശിലാണ്. അതായത് സ്വാഭാവിക ടർഫിനോടൊപ്പം സിന്തറ്റിക് ടർഫും കൂടി ചേർത്താണ് ഹൈബ്രിഡ് പിച്ചുകൾ നിർമ്മിക്കുന്നത്. പിച്ചിൻ്റെ സ്ഥിരത നിലനിർത്തുക, കാലങ്ങളോളം ഈട് നിലനിർത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹൈബ്രിഡ് പിച്ചുകൾക്ക് സാധിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് 29ാം തവണയും കീഴടക്കിയ നേപ്പാളി പർവ്വതാരോഹകനാണ് കാമി റീത്ത ഷെർപ്പ കേട്ടോ, കാമി റീത്ത ഷെർപ്പ. എവറസ്റ്റ് മനുഷ്യൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, എവറസ്റ്റ് മനുഷ്യൻ എന്നാണ് കാമി റീത്ത അറിയപ്പെടുന്നത് കേട്ടോ. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഷാഹിദ് ബെഹഷ്തി തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായിട്ട് 2024 മെയ്യിൽ ഇറാനുമായിട്ട് കരാർ ഒപ്പിട്ട രാജ്യം ആരാണ്? ഇന്ത്യയാണ്. അതായത് 10 വർഷത്തേക്ക് ഈ ചബഹാർ ഷാഹിദ് ബെഹഷ്തി തുറമുഖം ഇന്ത്യക്ക് നടത്താം. ഓക്കെ, ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത് കേട്ടോ. മില്ലറ്റുകളുടെ ചരിത്രപരമായ പ്രാധാന്യവും ആധുനിക പ്രസക്തിയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചർ ഇന്ത്യയുടെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയവുമായി സഹകരിച്ച് അവതരിപ്പിച്ച ഡിജിറ്റൽ എക്സിബിഷനാണ് മില്ലറ്റ്സ് സീഡ്സ് ഓഫ് ചേഞ്ച്. എന്താണ് മില്ലറ്റ്സ് സീഡ്സ് ഓഫ് ചേഞ്ച്? 2024 മെയ്യിൽ മെസഗോൺ ഡോക്ക് ലിമിറ്റഡിന്റെ MDLന്റെ 250ാം വാർഷികമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള നാണയമാണ് 250 രൂപ നാണയം. ഓക്കെ, അപ്പോൾ 250ാം വാർഷികത്തിന് 250 രൂപയുടെ നാണയം പുറത്തിറക്കി. ഓക്കെ, ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ NS-25 ദൗത്യത്തിലായിരുന്നു ഇന്ത്യക്കാരനായ ഗോപിചന്ദ് തോട്ടക്കുറ ഉൾപ്പെടെ 6 വിനോദസഞ്ചാരികൾ ബഹിരാകാശത്ത് പോയി വിജയകരമായി തിരിച്ചു വന്നത്. ആന്ധ്രാപ്രദേശ് വിജയവാഡ സ്വദേശിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പോകാനൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ നടന്നില്ല. അടുത്തതായിട്ട് പുള്ളി പോവായിരിക്കും, സെക്കൻഡ് ആവാലോ എന്നാലും. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി സെക്കൻഡ്. അന്റാർട്ടിക്കയിൽ മൈത്രി, ഭാരതി എന്നീ 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം മണിപ്പൂരാണ് കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റിമാൽ കേട്ടോ. റിമാൽ മെയ് മാസത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റിമാൽ. ഈ റിമാൽ എന്ന പേര് കൊടുത്തത് ഒമാനാണ്. റിമാലിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ എന്നാണ് കേട്ടോ, മണൽ എന്നാണ്. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യനാണ് ഹേംചന്ദ് മാഞ്ചി. ഓക്കെ, അപ്പോൾ ഒരു വർഷം നമുക്ക് വരാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും? ഹേംചന്ദ് മാഞ്ചി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ അതിന് പാരമ്പര്യ വൈദ്യം എന്നൊക്കെ ഓപ്ഷൻസിൽ കാണും.
13 ദിവസങ്ങൾക്കുള്ളിൽ ഒരേ സീസണിൽ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ഏക വനിതയെന്ന നേട്ടം സ്വന്തമാക്കിയത് പൂർണിമ ശ്രേഷ്ഠയാണ്. എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ വനിത എന്നുള്ള നേട്ടം സ്വന്തമാക്കിയത് ജ്യോതി രാത്രയാണ്. നേപ്പാൾ സൈഡിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം സ്വന്തമാക്കിയത് കാമ്യ കാർത്തികേയനാണ്. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് സത്യദീപ് ഗുപ്ത. ഫോബ്സ് മാസിക പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും സമ്പന്നരായ സ്ത്രീകളുടെ പട്ടികയിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് സാവിത്രി ജിൻഡാൽ. ഇനിയും ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നമുക്കതൊരു അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലാണ് നമുക്ക് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ എപ്പിസോഡ് നല്ലോണം കേൾക്കുക കേട്ടോ.